ഈ ലീഗിന്റെ ആദ്യം, അതായത് നമ്മൾ തുടക്കം പോലെ PSG ഒരു ഭാവിയെ പറ്റി ദിലീപ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഈ കപ്പ് അടിക്കാൻ പോകുന്നത് PSG ആണെന്നുള്ള രീതിയിൽ തന്നെ ഏതാണ്ട് എല്ലാ സംസാരങ്ങളിലും ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അപ്പം എന്തായാലും സന്തോഷകരമായ ഒരു അവസ്ഥയാണത്. കാരണം ദിലീപിന്റെ പ്രവചനം വളരെ സന്തോഷമില്ല, പക്ഷെ എനിക്കും ഒരു സങ്കടമുണ്ട്. കാരണം ഇന്റർ മിലാൻ ഇത്ര ദയനീയമായി തോൽക്കുന്നതിൽ. പക്ഷെ എന്നാലും ഒരു നമ്മുടെ സംസാരത്തിൽ വന്ന ഏതാണ്ട് ആ രീതി കംപ്ലീറ്റ് ശരിയായി വന്നല്ലോ. അതായത് PSG വിജയം എത്തുന്ന രീതിയിൽ. അപ്പം അതിനകത്ത് എൻറിക്കിന്റെ ഒരു റോളുണ്ട്, അതിനകത്ത് ബാക്കി കളിക്കാരുടെ വലിയൊരു പങ്കുണ്ട്. അപ്പം അതിനകത്ത് എങ്ങനെയാണ് പിന്നെ ദിലീപ് അതിനെ വിശകലനം ചെയ്യുന്നത്? അല്ല, ഈ ഡ്രോ വന്നപ്പോ 16 റൗണ്ടിന്റെ ഡ്രോ വന്നപ്പോ തന്നെ എനിക്കറിയായിരുന്നു ആ ഒരു കളി ലിവർപൂൾ PSG ജയിക്കണ ടീം കപ്പ് നേടുന്നത്. എന്താ വെച്ചാൽ ഈ യൂറോപ്പിലത്തെ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള 2 ടീം ഇപ്പൊ അവർ രണ്ടുപേരും. ആർസണലിനാണെങ്കിൽ സ്ട്രൈക്കർ ഇല്ല, ബാഴ്സലോണയ്ക്കും റിയൽ മെഡ്രിഡിനും ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല, ഇന്ററിന് പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഈ 2 ടീമിനും ഗോൾ അടിക്കാനും പറ്റും, വളരെ നന്നായി ഡിഫെൻഡ് ചെയ്യാനും പറ്റും. അത് അവര് തമ്മിലുള്ള കളി 1-0 എന്നിട്ട് ഷൂട്ട് ഔട്ടിലേക്ക് പോവുക ചെയ്തത്. അപ്പൊ എനിക്ക് ഒരുവിധം ഉറപ്പായിരുന്നു അത് ജയിക്കുന്ന ടീം ജയിക്കുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കുറെ നല്ല കളികൾ ഉണ്ടായി. അതെ, പക്ഷെ ഇതില് ഏറ്റവും വലിയ പങ്ക് ലൂയിസ് എൻറിക്കയുടെ തന്നെയാണ്. ഇപ്പൊ ഇത്രയും കാലം 2011 ഖത്തർ ക്ലബ്ബ് വാങ്ങുന്നത്. അതിനുശേഷം ഒരു 10 കൊല്ലം അവർ എത്രയോ ബില്യൺസ് ആണ് ഇറക്കിയിട്ടുള്ളത് ഈ താരങ്ങൾക്ക് വേണ്ടി. അത് ഒരിക്കലും ഒരു ഫൈനലിൽ എത്തിയെന്നല്ലാതെ ഒരിക്കലും ആ സ്ട്രാറ്റജി ക്ലിക്ക് ചെയ്തിട്ടില്ല. ലൂയിസ് എൻറിക്കെ കോച്ചായി വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഇത് വേണ്ട, എൻ്റെ വഴി വേറെയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ആദ്യത്തെ സമ്മറിൽ തന്നെ മെസ്സിയും നെയ്മറും വിട്ടു, വന്ന ഉടനെ വിട്ടു. കഴിഞ്ഞ സമ്മറിൽ എംബാപ്പയും പോയി. പിന്നെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഇന്റർ മിലാൻ അവരുടെ ആദ്യത്തെ 2 യൂറോപ്യൻ കപ്പ് ജയിക്കുമ്പോൾ PSG എന്ന് പറഞ്ഞൊരു ക്ലബും കൂടി ഇല്ല. 1970 ഫോം ചെയ്യേണ്ടതാണ്. അത് തന്നെ ഒരു പ്രത്യേകതയാണ്. ഇത്രയും വലിയൊരു ക്യാപിറ്റൽ സിറ്റിക്ക് ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നില്ല, ഒരു വലിയ ക്ലബ്ബ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാ അത്ര സന്തോഷമില്ല എന്ന് പറഞ്ഞത് ദിലീപ്? അല്ല, സന്തോഷം ഇല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ സാധാരണഗതിയിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്തൊരു ടീമാണ് PSG, ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി. ഈ 3 ടീമുകളാണ് ഫുട്ബോളിനെ നശിപ്പിച്ചിട്ടുള്ളത്. ഫൈനാൻഷ്യൽ ഡോപ്പിംഗ് കൊണ്ടുവന്നിട്ട് ശരിക്കും മുഴുവനായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റും എല്ലാം കുട്ടിച്ചോറാക്കിയിട്ടുള്ളത് ഈ 3 ടീമുകളാണ്. അപ്പൊ അവരെ സാധാരണഗതിയിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ലൂയിസ് എൻറിക്കെ ആയത് കാരണം അതിലെനിക്ക് സന്തോഷമുണ്ട്. ശരിക്കും വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടാത്തൊരു കോച്ചാണ്. അത് ഇന്നലത്തേന് ശേഷം തീർച്ചയായിട്ടും കിട്ടും ചെയ്യും. ഇന്നലത്തെ കളി ഉണ്ടല്ലോ, വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു 5-0 എന്നൊക്കെ പറയുമ്പോ അങ്ങനെ നമ്മൾ ഒരിക്കലും ദിലീപ് പ്രതീക്ഷിച്ചിട്ടുണ്ട്? അങ്ങനെ ഇല്ല, ഞാൻ 2-1 നിങ്ങൾക്ക് ഞാൻ പ്രഡിക്ഷൻ അയച്ചു തന്നില്ല. 2-1 ഞാൻ വിചാരിച്ചത്. പക്ഷെ ആദ്യത്തെ മിനിറ്റ് തൊട്ട് എന്താ പറയുക, ഒരു 80 മിനിറ്റിന് ശേഷമാണ് ഡോണറുമ്മ 2 സേവ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോഴേക്കും 4-0 ആയിരിക്കണം സ്കോർ. ആദ്യത്തെ പകുതിയിലൊന്നും ഇന്ററിന് മിഡ്ഫീൽഡ് ഉണ്ടോന്ന് തന്നെ അറിയില്ല. എന്താ വെച്ചാൽ ആ കളിക്കാരൊന്നും ബോൾ കണ്ടിട്ട് തന്നെ ഇല്ല. കലാനോഗ്ലു, ബെറല്ല, എംകിറ്റാറിയൻ ഇവരുടെ അടുത്തൊന്നും ബോൾ എത്തിയിട്ട് തന്നെ ഇല്ല. അത് കാരണം മറ്റൊരു 2 പേരും ഇങ്ങനെ പ്രേതങ്ങളെ പോലെ നടക്കായിരുന്നു, തുറാമും ലോട്ടാറോ മാർട്ടിനസ്. എന്താ വെച്ചാൽ ഒരു സർവീസും ഇല്ല. പിന്നെ അവരെന്ത് ചെയ്യാനവിടെ? കഴിഞ്ഞ റൗണ്ടില് ബാഴ്സലോണയെ വിറപ്പിച്ച ഡെൻസിൽ ഡംഫ്രീസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ 20 മിനിറ്റ് ക്വാരറ്റ്സ്കേലിയെ നോക്കണം, അത് കഴിഞ്ഞ് സൈഡ് സ്വിച്ച് ചെയ്ത് ഡെംബേലെ നോക്കണം. അപ്പൊ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെ അവർക്ക് ഒരു അറ്റാക്കിംഗ് ത്രെറ്റും ഉണ്ടായിരുന്നില്ല. മുഴുവൻ കളിയും കൺട്രോൾ ചെയ്തത് അല്ല, അതിലൊരു സ്ട്രാറ്റജിക് എറർ ഇല്ലേ? കാരണം ശരിക്കും ഒരു ഫൈനലിന് വേണ്ട ഒരു സമീപനായിരുന്നില്ല ഇന്ററിന്റെ തോന്നുന്ന രീതിയിലാണത്. അല്ല, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കുള്ള കളിക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാല് കലാനോഗ്ലുവിന് 31 വയസ്സ്, എംകിറ്റാറിയന് ഇപ്പൊ 37 ആവും അടുത്ത കൊല്ലം. മറ്റവരുടെ ഒക്കെ എല്ലാവരും പീക്കിലുള്ള കളിക്കാരാണ്. ഇപ്പൊ ഡെംബെലയ്ക്കന് ഇപ്പൊ കുറെ കാലമായിട്ട് കളിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് തോന്നും പ്രായമായിരുന്നു. 28 വയസ്സേ ആയിട്ടുള്ളൂ.
ഗോൾ അടിച്ച് ഡെസിറെ ഡുവെ 19 വയസ്സ്, സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് മയൂലു 19 വയസ്സ്, ബാർക്കോള 22 വയസ്സ്, ക്വാരറ്റ്സ്കേലി 24. ഇവർക്ക് എല്ലാവർക്കും ഇനി ഒരു 5-10 കൊല്ലം ബാക്കിയുണ്ട്. അതാണ് ശരിക്കും പേടിക്കേണ്ടത്. ഇത് ഈ ചെറുപ്പക്കാരെ വെച്ചിട്ടാണ് ഇത് ജയിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും യൂറോപ്യൻ ഫുട്ബോളിൽ അപ്പൊ ഇതിനകത്ത് നിന്ന് കുറേ അധികം താരങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പിന്നെ നമുക്ക് ഒരു യൂറോപ്യൻ ഫുട്ബോളിലേക്കുള്ള ഒരു പ്രഡിക്ഷൻ, മാത്രമല്ല അടുത്ത വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോഴേക്കും ഇതിനകത്തുള്ള കുറേ താരങ്ങൾ അതിനകത്ത് വരും. അത് പൊതുവെ ഞാൻ പിന്നെ PSG മാത്രമല്ല ചോദിക്കുന്നത്, എങ്ങനെയാണ് അതിനകത്ത് നമുക്ക് പ്രഡിക്ഷൻസ്? ഫുട്ബോളിന്റെ ശക്തിയാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇത് ഈ ഡുവെ ആയാലും ഡെംബെലെ ആയാലും അവർക്ക് റെൻ എന്ന് പറഞ്ഞ ക്ലബിന്റെ അക്കാഡമി കൂടിയാണ്. പിന്നെ വേറെ പല ക്ലബ്, ഡെംബെലെ അവിടുന്ന് ഡോട്ട്മണ്ട് പോയി പിന്നെ ബാഴ്സലോണയിൽ പോയിട്ടാണ് തിരിച്ച് പാരീസിലെത്തുന്നത്. അപ്പൊ ഈ പല പാരീസിന്റെ ചുറ്റുള്ള പല നല്ല കളിക്കാർക്ക് തന്നെ PSG-ക്കൊന്നും കയറാൻ ആദ്യം ഒരു ചാൻസ് കിട്ടില്ല. എംബാപ്പെ വരെ മൊണക്കോയിലാണ് ആദ്യം ഒരു താരമായിട്ട് കണ്ടത്. അപ്പൊ അത് ഫ്രഞ്ച് ഫുട്ബോളിന്റെ ശക്തിയാണ് അത് കാണിക്കുന്നത്. അവർക്ക് എല്ലാ സീസണും ഇങ്ങനെ. ഇപ്പൊ ഇന്നലെ അവസാന മിനിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് ബോറൻ ജെയർ എമറി എന്ന് പറഞ്ഞ മിഡ്ഫീൽഡർ. അവൻ അടുത്ത 10 കൊല്ലത്തെ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു കളിക്കാരനായിരിക്കും. അടുത്ത പാട്രിക് വിയറ ആ സ്റ്റാൻഡേർഡിലുള്ള കളിക്കാരനാണ് ശരിക്കും. അപ്പൊ അവർക്ക് ഇപ്പൊ ഫസ്റ്റ് ലെവലിൽ കയറാനും കൂടി നിർത്തില്ല. ഇതൊക്കെ കുറെ ലൂയിസ് എൻറിക്കെ ചെയ്തത്. ലൂയിസ് എൻറിക്കയ്ക്ക് ആരെയും പേടിയില്ല, ആരുടെ റെപ്യൂട്ടേഷന് ഒരു വിലയില്ല. അപ്പൊ തന്റെ ഐഡിയ എന്താ അതനുസരിച്ച് ചെയ്യും. മാനുവൽ ഉഗാർട്ടെ ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള കുറെ പൈസ വാങ്ങിയിട്ടാണ് സ്പോർട്ടിംഗ് ക്ലബ് പോർച്ചുഗലിൽ നിന്ന് PSG-ലെത്തിയത്. ഒരു പകുതി സീസൺ കഴിഞ്ഞപ്പോ നമ്പേഴ്സ് നോക്കി 3-2 ഡ്യുവൽസ് ഉഗാർട്ടെ തോൽക്കുകയാണ്. ഹെഡർ ആയാലും ടാക്കിൾ ആയാലും. ലൂയിസ് എൻറിക്കെ പതുക്കെ മാറ്റി ഫാബിയൻ റൂയിസ് വന്നു. അതേപോലെ ഇപ്പൊ ഈ സീസൺ കുറച്ച് കഴിഞ്ഞപ്പോ ബാർക്കോളെ മാറ്റി ഡെസിറെ ഡുവെ വന്നു. പൊസിഷൻസ് ഡെംബെലയുടെ ഇടയ്ക്കിടയ്ക്ക് ഇന്നലത്തെ കളിയിൽ 3-4 പൊസിഷനിൽ കളിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കോച്ചിന്റെ മികവാണ് കാണിക്കുന്നത് ശരിക്കും. ഈ എൻറിക്കയുടെ ഇത് പറയുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ ലെജൻഡായിട്ട് മാറാൻ പോവാണല്ലോ മൂപ്പരിപ്പം. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് പറയുന്ന രീതിയിൽ ഇപ്പം ഗാർഡിയോളയൊക്കെ പോലെ 7 കോച്ചസ് 2 ക്ലബിന്റെ കൂടെ ജയിച്ചു. ബാഴ്സലോണയുടെ ആ സമയത്ത് എനിക്ക് പിന്നെ ദിലീപ് ഒരു സാധനം എഴുതിയിരുന്നല്ലോ, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുള്ള സാധനം, അതൊന്ന് പറയാൻ പറ്റുമോ? അത് ആദ്യം ജയിക്കുന്നത് ലൂയിസ് എൻറിക്കെ ബാഴ്സലോണയുടെ കൂടെ, മെസ്സി, സുവാരസ്, നെയ്മർ ആ ടീമിന്റെ കൂടെ. ആ ഫൈനലും ജർമ്മനിയിലായിരുന്നു. ഇന്നലെ മ്യൂണിക്കിൽ ആ ഫൈനൽ ബെർലിനിൽ വെച്ചിട്ട് കളി കഴിഞ്ഞിട്ട് 3-1 അവർ ഇറ്റാലിയൻ ടീമിനെ തന്നെയാണ് തോൽപ്പിച്ചത്, യുവന്റസിനെ തോൽപ്പിച്ചത്. ആ ഫൈനലിന് ശേഷം ഒരു ചെറിയ പെൺകുട്ടി ഫീൽഡിൽ വന്നിട്ട് ഒരു വലിയ പതാക എടുത്തത് പൊക്കാൻ നോക്കായിരുന്നു. അപ്പൊ അത് ശരിക്കും പൊന്താത്തപ്പോ അച്ഛൻ വന്ന് കൈ പിടിച്ചിട്ട് അത് രണ്ടുപേരും കൂടി കുറച്ചു നേരം വേവ് ചെയ്ത് പിന്നെ അത് പുല്ലിൽ കുത്തി. എന്നിട്ട് പിന്നെ ആ കുട്ടി അച്ഛന്റെ തോളത്തിരുന്നിട്ടൊക്കെ പോയി. ആ മകള് 2019 ഓസ്റ്റിയോസാർക്കോമ വന്ന് മരിച്ചു. അപ്പോ അതിന് ശേഷമാണ് തിരിച്ചു. ആ സമയത്ത് സ്പെയിൻ ജോലി കുറച്ച് മാസത്തേക്ക് വിരമിച്ചു. തിരിച്ചു വന്നപ്പോൾ അസിസ്റ്റന്റ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് സ്പെയിനിന്റെ യൂറോസും ലോകകപ്പൊക്കെ കുറെ മോശമാവാനൊരു കാരണം അതാണ്. ലൂയിസ് എൻറിക്കയും അസിസ്റ്റന്റും തമ്മിലുള്ള വഴക്കുണ്ടായതിന് ശേഷം. പക്ഷെ ഈ മോളുടെ തിരിച്ചടി അത് ഹാൻഡിൽ ചെയ്തിട്ടില്ല. അത് എല്ലാവർക്കും ഉള്ളൊരു ലെസനാണ് ശരിക്കും. അതെങ്ങനെയാണ് എന്താ വെച്ചാൽ ജീവിതം നമുക്ക് മുന്നോട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് ഏകദേശം അതേ പ്രായമുള്ളൊരു മോളുണ്ട്. അപ്പോൾ അത് ആ ഒരു തിരിച്ചടിയിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഒരു 3-4 മാസം മുമ്പ് ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട് അത് ചെയ്തത്. അതേപോലെ ഇത്തവണ PSG-യുടെ കൊടി എനിക്ക് അവിടെ പോയി കുത്തണം എന്ന് ആഗ്രഹമുണ്ട്. അവള് നോക്കുന്നുണ്ടാവും എനിക്കറിയാം. അത് പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പൊ ഇന്നലത്തെ ജയത്തോടു കൂടി നമുക്കിനിപ്പം PSG ഒരു വലിയൊരു ഡോമിനന്റ് ക്ലബായിട്ട്
മാറുമോ? മാത്രമല്ല ഇപ്പം ക്ലബ് ഇതൊക്കെ വരാൻ പോകുന്ന സമയത്തെ നമുക്കൊരു അങ്ങനെ ഒരു എടുത്തു പറയാവുന്ന ഒരു ഡോമിനൻസ് PSG ഇനി തുടർന്ന് നിലനിർത്താൻ പറ്റും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഫ്രഞ്ച് ലീഗ് പൊതുവെ ജയിക്കാൻ അത്ര വിഷമല്ല. അപ്പൊ അവർക്ക് അതിലത്ര എന്താ ഒരു സ്ട്രെയിൻ ഉണ്ടാവില്ല അത് ജയിക്കാൻ. നേരെ തിരിച്ചിപ്പോ സ്പെയിനിലായാലും ഇംഗ്ലണ്ടിലായാലും ലീഗ് ജയിക്കാൻ തന്നെ വലിയൊരു പ്രയത്നം ശരിക്കും. ഇത്തവണ പറയുമ്പോ 20 കൊല്ലത്തിന് ശേഷം 21 കൊല്ലത്തിന് ശേഷമാണ് ഒരു ഇംഗ്ലീഷ് ടീമോ സ്പാനിഷ് ടീമോ ഇല്ലാത്ത ഫൈനൽ. ഇനിയിപ്പോ എനിക്ക് ഈ ഇന്റർ ടീമിന്റെ സൈക്കിൾ ഇതോടെ കഴിഞ്ഞു. പ്രായമായ ടീം എനിക്ക് തോന്നുന്നില്ല അവരിനി അടുത്ത കാലത്തൊന്നും ഫൈനലിൽ എത്തുന്നു. അപ്പൊ ഇനിയിപ്പോ ശരിക്കും സ്പെയിനിലിപ്പോ ബാഴ്സലോണയും റയലും ഇനിയും ശക്തമാവാൻ പോണേ ഉള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് റയൽ മെഡ്രിഡിന്റെ പുതിയ കോച്ചൊക്കെ വന്നിട്ട് പുതിയ കളിക്കാരും വരും. ഇംഗ്ലണ്ടിൽ ഇപ്പൊ തന്നെ ലിവർപൂൾ പുതിയ കളിക്കാരെയൊക്കെ വാങ്ങി തുടങ്ങി. സിറ്റി തിരിച്ചു വരും, ചെൽസി വരും, ആർസണൽ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളുടെ ക്ലബുകൾക്കെതിരെ ആകെ പൊരുതി നിൽക്കാൻ പറ്റുന്ന ഒരു ടീം കാണുന്നത് ഇപ്പൊ PSG മാത്രമേ ഉള്ളൂ. PSG യും ബയേൺ മ്യൂണിക്കും രണ്ടുപേരും മാത്രം.